സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് കോഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഇംഗ്ലീഷിൻ്റെ ഓരോ മേഖലയും നമുക്കറിയാം. ഗ്രാമർ ഒരു 7-8 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എല്ലാ മേഖലകളും സ്പെഷ്യൽ ആയിട്ടുള്ള അധ്യാപകരാണ്, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഈവൻ UGC നെറ്റ് അതുപോലെ PhD ഒക്കെ നേടിയ. എന്താണ് ഇതിൻ്റെ യോഗ്യത? യോഗ്യത എന്ന് പറഞ്ഞാൽ PG പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, B.Ed കഴിഞ്ഞ് PG 2ാം വർഷത്തിലേക്ക് കടന്നവർക്കും PG കഴിഞ്ഞ് B.Ed 2ാം വർഷത്തിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് RK തഴവ. പറയാൻ പോകുന്നത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഇംഗ്ലീഷിനെ കുറിച്ചാണ്. നമ്മൾ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ ക്ലാസ്സുകൾ എൻട്രിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. കുറച്ച് നാൾ പിന്നിടുമ്പോൾ ഇംഗ്ലീഷിൻ്റെ കോഴ്സ് വളരെ ഗംഭീരമായിട്ടാണ് ഉദ്യോഗാർത്ഥികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഒരുപാട് അഡ്മിഷൻ നമ്മളെ തേടി എത്തുന്നുണ്ട്. ഏറ്റവും നല്ല ക്ലാസ്സുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് കോഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളിൽ നമ്മൾ നൽകുന്നത്, എന്തുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ കോഴ്സ് ഇത്രമാത്രം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സോ 2026 ജനുവരി മാസത്തിൽ പരീക്ഷ നടക്കുന്ന ഒരു യോഗ്യതാ പരീക്ഷയാണ് നമ്മുടെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. അതായത് +2 അധ്യാപകനാകുക എന്നുള്ള നിങ്ങളുടെ സ്വപ്നത്തിന് ആകെ തടസ്സമായി നിൽക്കുന്നത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റാണ്. അതായത് PG എടുത്ത് B.Ed എടുത്ത് 55% മാർക്ക് നേടിയിട്ട് കാര്യമില്ല. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ സെറ്റ് എന്ന് പറയുന്ന ഒരു കടമ്പ കൂടി നമ്മൾ കടക്കേണ്ടതായിട്ടുണ്ട്. വരാൻ പോകുന്ന HST പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് നമ്മളിത് നേടിയിരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പുതിയ രീതിയിൽ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് വിവിധ വിഷയങ്ങളിൽ നമ്മൾ ആരംഭിച്ചത്. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഞാൻ ലീഡ് ചെയ്യുന്ന ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ചാണ്, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. സോ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ് നമുക്കെല്ലാം അറിയാം. പരീക്ഷ നടക്കുന്ന രീതി LBS സെൻ്ററാണ് പരീക്ഷ നടത്തുന്നത്. 2 പേപ്പറായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. നമുക്കറിയാം എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുന്ന ജനറൽ പേപ്പറുണ്ട്, അതുപോലെ തന്നെ ഓരോ വിഷയത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു പരീക്ഷയുമുണ്ട്. ഇത് രണ്ടും 120 മാർക്കിൻ്റെ പരീക്ഷയാണ്. 120 മിനിറ്റാണ്, 120 ചോദ്യങ്ങളാണ്. ഇവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓരോ പേപ്പറിനും, ഫസ്റ്റ് പേപ്പറിന് സെക്കൻഡ് പേപ്പറിന് സ്കോർ ചെയ്യേണ്ടത് 40% മാർക്കാണ്. 120ൽ 40% എന്ന് പറഞ്ഞാൽ 48 മാർക്ക്. വെറും 48 മാർക്ക് നമ്മൾ സ്കോർ ചെയ്താൽ മതി. അത്ര നിസ്സാരവുമല്ല. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം 48% മാർക്കും വേണം എന്നുള്ളതാണ് മറ്റൊരു നിബന്ധന എന്ന് പറയുന്നത്. ഇവിടെയാണ് എല്ലാവരും ചിലപ്പോൾ 1%-നോ 2%-നോ 1 മാർക്കിനോ ഒക്കെ അവരുടെ ഈ എലിജിബിലിറ്റി ടെസ്റ്റ് നഷ്ടമായി പോകുന്നത്. അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എൻട്രിയിലെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഇംഗ്ലീഷിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറയാം. ഈ കോഴ്സ് ലീഡ് ചെയ്യുന്നത് ഞാനാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം 8ഓളം അധ്യാപകരുണ്ട്. വളരെ പ്രഗത്ഭരായിട്ടുള്ള ആർഷ മിസ് ഉണ്ട്, ആതിര മിസ് ഉണ്ട്, ശ്രീലക്ഷ്മി മിസ് ഉണ്ട്, ആനന്ദ് സാറുണ്ട്, റിയാസ് സാറുണ്ട്, അദീത മിസ് ഉണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. ഓരോ മേഖലയും നമുക്കറിയാം. ഗ്രാമർ ഒരു 7-8 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എല്ലാ മേഖലകളും സ്പെഷ്യൽ ആയിട്ടുള്ള അധ്യാപകരാണ്, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഈവൻ UGC നെറ്റ് അതുപോലെ PhD ഒക്കെ നേടിയ കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ക്ലാസ് എടുക്കുന്നത്. പ്രത്യേകിച്ച് ഫോണറ്റിക്സ്, ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ലിംഗ്വിസ്റ്റ്, ഇതൊക്കെ പഠിപ്പിക്കാൻ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ തന്നെ നമുക്കുണ്ട്. ഒരുപാട് മൊഡ്യൂളുണ്ട് സിലബസിനകത്ത്, നമുക്കറിയാം. സോ ഫസ്റ്റ് പേപ്പറിലാണെങ്കിൽ ലീഡ് ചെയ്യുന്നത് വിനു ശ്രീധർ സാറാണ്. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് B.Ed പഠിച്ച ഭാഗങ്ങളും അതുപോലെ 10ാം ക്ലാസ് വരെയുള്ള അല്ലെങ്കിൽ +2 വരെയുള്ള പാഠപുസ്തകങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അതിനെ കോൺസെൻട്രേറ്റ് ചെയ്താണ് നമ്മുടെ കോഴ്സ് കൊടുക്കുന്നത്. മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പുതിയ ക്ലാസ്സുകളാണ്. വേറെ ആപ്പിലെ പോലെ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇതുപോലെ സ്വീകരിച്ചത്, ഏറ്റവും കൂടുതൽ അഡ്മിഷൻ വരുന്ന ഒരു കോഴ്സായിട്ട് ഇത് മാറിയത്? അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ A to Z ക്ലാസ്സും പുതിയ ക്ലാസ്സുകളാണ്. ഒരു പഴയ ക്ലാസ് പോലും നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സിലബസ് അനുസരിച്ച്, ഇപ്പോഴത്തെ രീതിക്ക് അനുസരിച്ചാണ് നമ്മൾ ഈ കോഴ്സ് കൊടുക്കുന്നത്. സോ 4ാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടത്ര മുന്നേറ്റം ആദ്യത്തെ പരീക്ഷയിൽ, വരുന്ന പരീക്ഷയിൽ നടത്താൻ കഴിയാതെ പോയാൽ 1%-നോ 2%-നോ 1 മാർക്കിനോ ഒക്കെ മാർക്ക് നഷ്ടപ്പെട്ടാൽ ഒരവസരം കൂടി എൻട്രി കൊടുക്കുന്നുണ്ട്. അതായത് 2ാമതൊരു അവസരം കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട്. അതായത് നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിട്ട് പോയാൽ മതി എന്നുള്ളതാണ്. സോ അതിന് നിങ്ങൾക്ക് ഫ്രീ ആണ്, നിങ്ങൾക്ക് ഒരു പൈസ പോലും മേടിക്കുന്നില്ല, ആദ്യത്തെ ഫീസ് മതിയാകും. നമ്മളിപ്പോൾ 100 ദിവസം സ്റ്റഡി പ്ലാൻ ആണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി അറ്റൻഡ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ. അങ്ങനെ നഷ്ടപ്പെടില്ല, കാരണം നമ്മളിത് സിസ്റ്റമാറ്റിക്, നമ്മൾ ഓരോ അധ്യാപകരുടെയും വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരുന്നു. അവരെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ നിർദ്ദേശങ്ങൾ തന്നിരുന്നു. എല്ലാവരും ഒഴിവാക്കുന്നത് ജനറൽ പേപ്പറാണ്, പക്ഷേ ജനറൽ പേപ്പറിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവിടെയാണ് നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യേണ്ടത്. നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പലപ്പോഴും സ്കോർ ചെയ്യാൻ കഴിയും. അതുകൊണ്ട്
ഫസ്റ്റ് പേപ്പറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ MCQ, അതേപോലെ തന്നെ തുടക്കത്തിലെ തന്നെ MCQ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ചെയ്യിപ്പിച്ച് തറവാക്കി എടുക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഞങ്ങൾ ഇതിലൂടെ ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകളുണ്ട്, റിവിഷൻ ടെസ്റ്റുകളുണ്ട്, മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സീരീസ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി സമയം കുറവാണ്. നമ്മുടെ മുമ്പിൽ നവംബർ അവസാനിക്കാറായി, ഇനി ഡിസംബർ, ജനുവരി, ഇതിനകത്ത് എത്ര ദിവസമുണ്ടെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഇംഗ്ലീഷ് കോഴ്സിന്റെ ഭാഗമാകുക. അത് പറയാൻ വേണ്ടിയാണ് വന്നത്. വലിയ വിജയകരമായി തന്നെയാണ് ഞാൻ പോകുന്നത്. ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. ഓരോ അധ്യാപകരോടും ഓരോ ഉദ്യോഗാർത്ഥികളോടും ഞാൻ നന്ദി പറയുന്നു. കാരണം നമ്മൾ പുതിയ രീതിയിൽ ടീച്ചിങ് എല്ലാ രീതിയിലും എൻട്രി മാറി പുതിയ രീതിയിൽ ഒരു കോഴ്സുമായിട്ട് വന്നപ്പം അതിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത നിങ്ങൾ തന്നതിന്, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റിനെ നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചതിന് നന്ദി പറയുന്നു. അതുകൊണ്ട് ഇനിയും വൈകിയിട്ടില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾക്ക് പഠിച്ചു പോകാം. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഇംഗ്ലീഷ്, അത് ഏത് വിഷയം ആയിക്കോട്ടെ, 2026 ജനുവരിയിൽ എൻട്രി സജ്ജമാണ്. വി നോ ദ പെഡഗോജി ബെറ്റർ. ഏറ്റവും നല്ല ക്ലാസ്സുകൾ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടാലുടൻ തന്നെ നിങ്ങൾ PG കഴിഞ്ഞ് എന്താണ് ഇതിൻ്റെ യോഗ്യത? യോഗ്യത എന്ന് പറഞ്ഞാൽ PG പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, B.Ed കഴിഞ്ഞ് PG 2ാം വർഷത്തിലേക്ക് കടന്നവർക്കും PG കഴിഞ്ഞ് B.Ed 2ാം വർഷത്തിലേക്ക് കടന്നവർക്കും ഈ പരീക്ഷ എഴുതാം. കാരണം പരീക്ഷ പാസ്സായതിനു ശേഷം നിങ്ങൾ PGയുടെയോ B.Edൻ്റെയോ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. അതിന് കുറച്ച് സമയം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് ഏറ്റവും അഡ്വാൻറ്റേജ്. ഞാനും ഞങ്ങളുടെ എല്ലാ അധ്യാപകരും ഈ സെറ്റ് പരീക്ഷ അല്ലെങ്കിൽ നെറ്റ് പരീക്ഷയൊക്കെ പാസ്സായത് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. കാരണം നമുക്കറിയാം കേരള യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ PG സിലബസ് ആണ് ഇതിൻ്റെ ആധാരം. സെക്കൻഡ് പേപ്പറിൻ്റെ ആധാരം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അല്ല ഓരോ വിഷയവും. അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് എല്ലാം അറിയാം എവിടെ നിന്നാണ് ചോദ്യം വരുന്നത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോടാണ് പറയുന്നത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ എയിം ചെയ്യുന്നതും, ബാക്കിയുള്ളവർക്ക് പരീക്ഷ എഴുതി പരിചയമുള്ളവരാണ്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ എയിം ചെയ്യുന്നത് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന B.Edഉം PGയും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. 55% മാർക്ക് വേണം രണ്ടിനും. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. സോ എല്ലാവരും ഈ കോഴ്സിന്റെ ഭാഗമാകുക. നിങ്ങൾ ഈ ഹയർ സെക്കൻഡറി അധ്യാപകനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിന് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഒരു തടസ്സമായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ നിങ്ങൾക്ക് ഈ കോഴ്സ് ഉറപ്പു തരുന്നു. ഈ യോഗ്യതാ പരീക്ഷ നിങ്ങൾ നേടിയിരിക്കും. അധ്യാപകനാകുക, ഹയർ സെക്കൻഡറി അധ്യാപകനാകുക, ഒരു ഗ്ലാമറസ് പോസ്റ്റ്, ഗസറ്റഡ് പോസ്റ്റ് ആകുക എന്നുള്ള നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള പാത വിദൂരമല്ല. ഞങ്ങൾ അതിനൊരു ബ്രിഡ്ജ് കോഴ്സായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. കാരണം 2-3 മാസത്തെ ക്ലാസ്സുകൾ ആൾറെഡി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ എടുത്ത് നിങ്ങൾക്ക് തരും. നിങ്ങൾ ചോദിക്കുന്ന പോലെ തരും. കൃത്യമായിട്ട് നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി നമുക്ക് മുന്നോട്ട് പോകാം. സമയം ഇനിയും വൈകിട്ടില്ല. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് വിവിധ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ ഇംഗ്ലീഷിന്റെ കാര്യമാണ് ഞാൻ ഇന്ന് എടുത്തു പറയുന്നത്. ഇംഗ്ലീഷ് കോഴ്സുകൾ വളരെ ഗംഭീരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ അവസരം നിങ്ങൾ പാഴാക്കരുത്. ഇത്രയും നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കോഴ്സിന്റെ ഭാഗമാകുക, മുന്നോട്ട് പോകുക. ഈ കോഴ്സ് വിജയിപ്പിച്ച ഓരോരുത്തരോടും നന്ദി പറയുന്നു. വീണ്ടും ഞാൻ വരും വെബിനാറുമായിട്ടും അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളുമായിട്ട് ഞാനും എൻ്റെ ടീമും എത്തുന്നതായിരിക്കും. തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. സോ പറഞ്ഞത് മറക്കണ്ട, കോഴ്സിന്റെ ഭാഗമാകുക, നിങ്ങൾ ലക്ഷ്യത്തിലെത്തുക, അധ്യാപകനാകുക. താങ്ക് യു വെരി മച്ച്.